37,966 റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും മെഡിക്കൽ കോളേജിൽ കീമിന്റെ അണ്ടറിൽ MPBS BDS കൂടാണ്ട് മറ്റേതൊക്കെ കോഴ്സുകളാണ് വരുന്നത്, ഏതൊക്കെ അലൈഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളാണ് വരുന്നത്, ഈ ഓരോ കോഴ്സിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ് ഏതാണ്, എത്രയൊക്കെ റാങ്ക് വരെ ഈ കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ട്. ഹലോ 2025 നീറ്റ് ആസ്പിറൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ 2025 നീറ്റ് സ്കോർ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് നിങ്ങളുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടുള്ള കേരള റാങ്കിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമ്മളുടെ ചാനലിൽ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ജൂലൈ 21-ാം തീയതി രാത്രി 12 മണിക്ക് മുൻപായിട്ട് നമ്മൾ നീറ്റ് സ്കോർ നമ്മുടെ കീമിന്റെ സൈഡിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട സമയം എത്തിയിട്ടുണ്ട്. ആൻഡ് പല കുട്ടികളും നമ്മളുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന്. നിങ്ങൾ ചിലപ്പോൾ ഇത് ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളായിരിക്കാം. അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ അനലൈസ് ചെയ്യാം. ആൻഡ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഒരു മിസ്റ്റേക്കും കൂടാണ്ട് എങ്ങനെയാണ് കീമിന്റെ സൈറ്റിൽ നിങ്ങളുടെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. ആൻഡ് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കീമിന്റെ അണ്ടറിൽ MPBS BDS കൂടാണ്ട് മറ്റേതൊക്കെ കോഴ്സുകളാണ് വരുന്നത്, ഏതൊക്കെ അലൈഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളാണ് വരുന്നത്, ആൻഡ് ഈ ഓരോ കോഴ്സിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ് ഏതാണ്, എത്രയൊക്കെ റാങ്ക് വരെ ഈ കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തരുന്നതാണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷത്തെ കീമിന്റെ റാങ്ക് ബേസ് ചെയ്തിട്ട് 37,966 റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമാണ്. സോ നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ടുകളും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ കീമിന്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണിത്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ കോളേജസിലേക്കുള്ള അഡ്മിഷൻ, അതുപോലെ മറ്റ് മെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, ഇനി അതും കൂടാണ്ട് അലീഡ് മെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നിങ്ങളുടെ നീറ്റ് സ്കോർ പ്രകാരമുള്ള കീമിന്റെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് കീമിന്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ സഹിതം നിങ്ങളെ കാണിച്ചു തരാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഗവൺമെന്റ് ഓഫ് കേരള കീം 2025 എന്ന് പറയുന്ന പേജിലേക്ക് എൻ്റർ ചെയ്യണം. ആൻഡ് നമ്മുടെ കീമിന്റെ പേജ് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ക്രിഡൻഷ്യൽസ് അടിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലേസ് നമുക്ക് കാണാം. ദേ കാൻഡിഡേറ്റ് ലോഗിൻ, ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആക്സസ് കോഡും തെറ്റുകൂടാതെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ പേജിലേക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എന്ന് പറയുന്നത് നമ്മൾ കീമിന് രജിസ്റ്റർ ചെയ്യാൻ നേരം നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ആണ്. അല്ലാതെ നമ്മുടെ നീറ്റിന്റെ സ്കോർ കാർഡിലോ ഹോൾ ടിക്കറ്റിലോ ഉള്ള ഡീറ്റെയിൽസ് അല്ല നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മളുടെ പേജ് ഇവിടെ ഡിസ്പ്ലേ ആകും. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഇവിടെ നമ്മളുടെ പ്രൊഫൈൽ വിത്ത് ഫോട്ടോ, അതുപോലെ നമ്മുടെ റോൾ നമ്പർ, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കോഴ്സ്, നമ്മുടെ മറ്റു ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ജെൻഡർ, നാഷണാലിറ്റി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. ആൻഡ് അതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് കാണാം: പ്രൊഫൈൽ, ഡൗൺലോഡ് പ്രൊഫോമ, നീറ്റ് റിസൾട്ട് സബ്മിഷൻ, അതുപോലെ കാൻഡിഡേറ്റ് റെസ്പോൺസ്. ഇതിൽ നമ്മൾ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. MBBS, BDS തുടങ്ങിയ എല്ലാ കോഴ്സുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാം. തൊട്ട് താഴെയായിട്ട് പ്രൊസീഡ് ടു നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഡിസ്പ്ലേ ആവും. ഇപ്പം ഡിസ്പ്ലേ ആയിരിക്കുന്ന പേജിൽ നമ്മൾ നമ്മുടെ നീറ്റിന്റെ റോൾ നമ്പർ, അതുപോലെ നീറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ നീറ്റിന്റെ ഹാൾ ടിക്കറ്റിലോ അഡ്മിറ്റ് കാർഡിലോ നീറ്റിന്റെ സ്കോർ കാർഡിലോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് നമുക്കിവിടെ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ആൻഡ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ സ്കോർ ഡീറ്റെയിൽസ്, നമ്മളുടെ റിസൾട്ട് ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ആകും. നമ്മളുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ,
നമ്പർ, അതുകൂടാണ്ട് 720 നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്ന നമ്മളുടെ ടോട്ടൽ മാർക്ക്, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ പെർസെന്റൈൽ സ്കോർ, ആൻഡ് അതുപോലെ കൗൺസിലിങ്ങിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മളുടെ ഓൾ ഇന്ത്യ റാങ്ക്. ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡാറ്റാ ബേസ് വെച്ച് നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന റാങ്ക്, ഈ തന്നിരിക്കുന്ന മാർക്ക് കറക്റ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. നോട്ട് മൈ നീറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, അതുപോലെ വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. മിക്ക ആളുകൾക്കും ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയായിരിക്കും കിട്ടിയിരിക്കുക. വളരെ റെയർ ആയിട്ടുള്ള കേസിൽ നിങ്ങളുടെ റാങ്ക് അല്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതെങ്കിൽ നോട്ട് മൈ നീറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നിങ്ങളത് ക്ലിയർ ചെയ്യുക. ഇനി ഇത് നിങ്ങളുടെ തന്നെ റാങ്കും ഡീറ്റെയിൽസും ആണെങ്കിൽ നിങ്ങൾ വെരിഫൈ ആൻഡ് സബ്മിറ്റ് ചെയ്യുക. അതിന് തൊട്ട് മുൻപ് ഐ ഹിയർബൈ ഡിക്ലെയർ ദാറ്റ് ദ എബവ് ഡീറ്റെയിൽസ് ആർ വെരിഫൈഡ് ബൈ മീ ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. ആൻഡ് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ നീറ്റിന്റെ സ്കോർ കീമിന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനി ഫൈനൽ ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിന്റ് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട്. നമുക്കിത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് തന്നെ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക. ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്, അതുപോലെ ഓരോ കോഴ്സുകൾക്കും നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണ്, ബെസ്റ്റ് ഗവൺമെന്റ് കോളേജസ് ഏതൊക്കെയാണ്, ബെസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെയാണ്, ആൻഡ് കഴിഞ്ഞ വർഷത്തെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് MBBS, അതിനുശേഷം നമുക്ക് നമ്മുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സാണ് BDS. അതുപോലെ BDSന് ശേഷം നമുക്ക് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BTech ബയോടെക്നോളജി, BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ ഫിഷറീസ്, ആൻഡ് അതിനുശേഷം BSc ഫോറസ്ട്രി, പിന്നെ BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BHMS ഹോമിയോപ്പതി ആണ്, ആൻഡ് BAMS ആയുർവേദിക് മെഡിസിൻ, ആൻഡ് അതുപോലെ തന്നെ BUMS യുനാനി, BSMS സിദ്ധ മെഡിസിൻ. ആൻഡ് ഇത് കൂടാണ്ട് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നമുക്ക് നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് BSc നഴ്സിംഗിനും ഓൾ ഇന്ത്യ കോട്ടയിലും അല്ലാതെയും അഡ്മിഷൻ നേടാവുന്നതാണ്. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന പാരാമെഡിക്കൽ കോഴ്സസിന്റെ അടക്കം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ കോഴ്സിന്റെ അണ്ടറിൽ വരുന്ന ബെസ്റ്റ് മെഡിക്കൽ കോളേജസ്, ബെസ്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഏതൊക്കെയാണ്, അതുപോലെ ബെസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെയാണ്, അവിടെ വന്നിരിക്കുന്ന കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് MBBSന്റെ എല്ലാ മെഡിക്കൽ കോളേജസും ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും ഇവിടെ തന്നിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, കോട്ടയം, അങ്ങനെ തുടങ്ങിയ എല്ലാ ഗവൺമെന്റ് കോളേജസും. അതിനുശേഷം താഴേക്ക് ഇതാ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാം. ആൻഡ് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ BSc അഗ്രികൾച്ചർ, BTech ബയോടെക്നോളജി അല്ലെങ്കിൽ BUMS, BSMS എന്ന് പറയുന്ന മറ്റ് കോഴ്സുകളിലേക്ക് എത്രമാത്രം 37,966 റാങ്ക് വരെയുള്ള കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ കൂടെ ചെയ്യുന്നതാണ്. താങ്ക്